ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് കൗണ്ടേഴ്സ് എന്ന ഒരു ടേമാണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കൗണ്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. എ കൗണ്ടർ ഈസ് എ രജിസ്റ്റർ capable of counting the number of clock pulses arriving at its clock input. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രജിസ്റ്ററാണ്. capable of counting the number of clock pulses arriving at its clock input. അതിനൊരു ക്ലോക്ക് ഇൻപുട്ട് ഉണ്ടാവും. ആ ക്ലോക്ക് ഇൻപുട്ടിൽ എത്രത്തോളം ക്ലോക്ക് പൾസുകൾ വരുന്നു എന്നതിൻ്റെ കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് തരാൻ സാധിക്കുന്ന പ്രത്യേകതരം സർക്യൂട്ടുകളാണ് കൗണ്ടർ എന്ന് പറയുന്നത്. The number of output states are called modulus of the counter. ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ എത്രത്തോളം അല്ലെങ്കിൽ എത്ര എണ്ണം ഔട്ട്പുട്ടുകളുണ്ടോ അതാണ് ആ കൗണ്ടറിൻ്റെ മോഡുലസ് അഥവാ മോഡ് ഓഫ് ദ കൗണ്ടർ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ആ കൗണ്ടറിന് 10 ഔട്ട്പുട്ടുകൾ തരുന്നുണ്ടെങ്കിൽ 10 എണ്ണം ആണെങ്കിൽ അത് മോഡ് 10 കൗണ്ടറാണ്. എത്രത്തോളമാണ് അതിൻ്റെ എണ്ണം അതനുസരിച്ച് അതിൻ്റെ മോഡ് നമുക്ക് കണ്ടെത്താം. The maximum possible number of states of a counter is 2 raised to n, where n is the number of flip-flops in the counter. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ചാണ് രജിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് കൗണ്ടേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ സ്റ്റേറ്റ് എത്ര എണ്ണം ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ n നമ്പർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 2 raised to n അത്രയും 2 raised to n സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അതിന് 2 raised to n ഈക്വൽ ടു 4 സ്റ്റേറ്റ്സ്, 4 സ്റ്റേറ്റുകളാണ് അത് തരിക. അപ്പോൾ ആ രീതിയിലാണ് അതിന് എത്ര സ്റ്റേറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അതിൻ്റെ എണ്ണം അനുസരിച്ചാണ്. ഇതേ പ്രകാരം 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണെങ്കിൽ അവിടെ 2 raised to 3 ഈക്വൽ ടു 8 സ്റ്റേറ്റ്സ്, 8 സ്റ്റേറ്റുകൾ അവിടെ നമുക്ക് ലഭിക്കുന്നു. Next, if the output of counter is incremented by 1 for each transition, then counter is an up counter. ഇപ്പോൾ കൗണ്ടർ മെയിനായിട്ട് 2 തരത്തിലാണ്, അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസിന് ശേഷവും അതിൻ്റെ സ്റ്റേറ്റ് ഇൻക്രിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്പ് കൗണ്ടർ എന്ന പേരിൽ വിളിക്കുന്നു, അപ്പ് കൗണ്ടർ. അതുപോലെ തന്നെ ഓരോ ക്ലോക്ക് പൾസിന് ശേഷവും കൗണ്ടറിൻ്റെ സ്റ്റേറ്റ് ഡിക്രിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡൗൺ കൗണ്ടർ എന്ന പേരിലും വിളിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ അതാണ് ഒരു കൗണ്ടർ, ഒരു രജിസ്റ്റർ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് തരുന്നത് അതിൻ്റെ എത്രത്തോളം ക്ലോക്ക് പൾസുകൾ എത്തി എന്നതിൻ്റെ എണ്ണമാണ് നമുക്കവിടെ തരുന്നത്. നെക്സ്റ്റ്, ഇനി മെയിനായിട്ട് കൗണ്ടേഴ്സിനെ അതിൻ്റെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരം തിരിച്ചിരിക്കുന്നു. ഒന്നാണ് സിങ്ക്രണസ് കൗണ്ടർ, രണ്ടാമത്തത് അസിങ്ക്രണസ് കൗണ്ടർ. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് അസിങ്ക്രണസ് കൗണ്ടറാണ്. അസിങ്ക്രണസ് അപ്പ് കൗണ്ടർ.
അപ്പോൾ എന്താണ് സിങ്ക്രണസ് അസിങ്ക്രണസ് ആദ്യം അറിഞ്ഞിരിക്കണം. സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ക്ലോക്ക് പൾസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒറ്റ അടിക്ക് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുമാണ് കൊടുത്തതെങ്കിൽ അതിനെ സിങ്ക്രണസ് എന്ന് പറയുന്നു. ഇനി അതല്ല, ക്ലോക്ക് പൾസ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസായിട്ട് വരുന്നത് എങ്കിൽ അതിനെ അസിങ്ക്രണസ് അഥവാ റിപ്പിൾ കൗണ്ടർ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം. 2 ബിറ്റ് അസിങ്ക്രണസ് ബൈനറി അപ്പ് കൗണ്ടറാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഈ അസിങ്ക്രണസ് കൗണ്ടറിനെ റിപ്പിൾ കൗണ്ടർ എന്ന് പറയുന്നു. ഈ അസിങ്ക്രണസ് കൗണ്ടർ അതിലേക്ക് കൊടുക്കുന്ന ക്ലോക്ക് പൾസ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസ് എന്നതുകൊണ്ട് തന്നെ സിങ്ക്രണസിനെ അപേക്ഷിച്ച് അസിങ്ക്രണസ് കുറച്ച് സ്ലോ ആയിരിക്കും. അവിടെ ഒരു ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ ഫാസ്റ്റസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിങ്ക്രണസ് കൗണ്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് 2 ബിറ്റ് അസിങ്ക്രണസ് ബൈനറി അപ്പ് കൗണ്ടറാണ് നാം നോക്കുന്നത്. ദ അസിങ്ക്രണസ് കൗണ്ടർ ഈസ് ആൾസോ കോൾഡ് റിപ്പിൾ കൗണ്ടർ. റിപ്പിൾ കൗണ്ടർ എന്ന പേരിലും കൂടി അസിങ്ക്രണസ് കൗണ്ടർ അറിയപ്പെടുന്നു. ഇനി ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടുള്ള 2 ബിറ്റ് അസിങ്ക്രണസ് കൗണ്ടർ താഴെ കാണിക്കുന്നുണ്ട്. The J and K input of all flip flops are connected to high state. So all the flip flops are in toggle mode. ജെയും കെയും ഒരുമിച്ച് ഹൈ സ്റ്റേറ്റിലേക്ക് കൊടുത്തത് കൊണ്ട് തന്നെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ മോഡിലാവും. എന്ന് പറഞ്ഞാൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2 ഇൻപുട്ടാണുള്ളത്, ജെയും കെയും. അപ്പോൾ ഒരുമിച്ച് ഒരേപോലെ ഹൈ സ്റ്റേറ്റ് അഥവാ അതിലേക്കൊരു സപ്ലൈ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും, ടോഗിൾ മോഡിലാവും. എന്ന് പറഞ്ഞാൽ Q ഡാഷ് എന്നീ 2 ഔട്ട്പുട്ടുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ രീതിയിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇൻപുട്ടുകളും ഒരു ഹൈ സ്റ്റേറ്റിലേക്ക് 5 വോൾട്ടോ എന്തരാവട്ടെ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ക്ലോക്ക് കൊടുക്കണം, അത് ഇതിൽ പറയുന്നില്ല. അതിന് Q ഡാഷ് എന്നീ ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഇത് ടോഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുക്കുമ്പോൾ ക്ലോക്ക് പൾസ് കിട്ടിക്കഴിഞ്ഞാൽ Q 1 ആവുന്നു, അതേസമയം Q ഡാഷ് 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കിട്ടുമ്പോൾ ഇവിടെ Q 0 ആവുന്നു, Q ഡാഷ് 1 ആവുന്നു. ഈ രീതിയിൽ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ആയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും Q 1 ആയിട്ട് Q ഡാഷ് 0 ആവുന്നു. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചായി കളിക്കുന്നു. അതിനാണ് ടോഗിൾ മോഡ് എന്ന് പറയുന്നത്. അതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ ആ രീതിയിൽ ടോഗിൾ മോഡിൽ എന്ത് ചെയ്യും, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യും. ഹിയർ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ കണക്റ്റഡ് ആസ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. എന്ന് പറഞ്ഞാൽ പൾസ് സിഗ്നലിൻ്റെ അതിൻ്റെ നെഗറ്റീവ് എഡ്ജിലാണ് എന്ത് ചെയ്യുക, സ്റ്റേറ്റ് മാറുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാളിംഗ് എഡ്ജിലായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്സ് ട്രാൻസിഷൻ സംഭവിക്കുക. സർക്യൂട്ട് ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദ ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ക്ലോക്ക് സിഗ്നൽ എന്ത് ചെയ്യും, ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് Q0 എന്നുള്ള ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് പൾസായിട്ട് ലഭിക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് പൾസായിട്ട് ലഭിക്കുന്നു. ആ രീതിയിലാണ് അസിങ്ക്രണസ് ക്രമീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് Q1, Q0 ഈ സ്കെഡ്യൂൾ 0 എന്ന സ്റ്റേറ്റ് ആയിരിക്കും കൗണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പ്. ഇത് അപ്പ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്.
ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, Q01 ചേഞ്ച് ചെയ്യും. ആ സമയത്ത് Q1 അവിടെ 0 ആയിരിക്കും. അടുത്ത സ്റ്റേറ്റിൽ എന്ത് ചെയ്യും, Q0 എന്നുള്ളത് അടുത്ത പൾസ് കിട്ടുമ്പോൾ Q0 എന്നുള്ളത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q1 എന്നുള്ളത് ആക്റ്റീവായിട്ട് 1 ആയി മാറുന്നു. Q0 അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q1 എന്നുള്ളത് 1 ആയി മാറുന്നു. അതേസമയം ആദ്യം ഉണ്ടായിരുന്ന Q0 എന്നുള്ളത് ടോഗിളായിട്ട് 0 മാറുന്നു. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷൻ അവിടെ ലഭിക്കുന്നു. ഇനി അവസാനമായിട്ട് രണ്ടും 1-1 എന്നൊരു കണ്ടീഷനിലേക്ക് ലഭിക്കുന്നു. അതിൻ്റെ ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ 0-0 ആയിരിക്കും. പിന്നെ Q0 1 ആയിരിക്കും, Q1 0 ആയിരിക്കും. പിന്നെ ടോഗിൾ ചെയ്തിട്ട് Q1 1ഉം Q0 0 ആയിരിക്കും. പിന്നെ 1-1 വരും. നെക്സ്റ്റ് സൈക്കിളിൽ വീണ്ടും 0-0 ചേഞ്ച് ആവുന്നു. സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന 2-bit അസിൻക്രണസ് കൗണ്ടർ, റിപ്പിൾ കൗണ്ടർ. ഇവിടെ നോക്കുക, Jയും Kയും ഹൈ സ്റ്റേറ്റിലേക്ക് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. ഒരു സപ്ലൈ അതിലേക്ക് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു ക്ലോക്ക് കൊടുത്തിരിക്കുന്നു. ഈ സമയത്ത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് അതിൻ്റെ Q0. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് Q1. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q എന്ന ഔട്ട്പുട്ടിൽ നിന്നാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെയും Jയും Kയും ഹൈ ആക്കി കൊടുത്തിരിക്കുകയാണ്. അത് ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഹൈ ആക്കി കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ നോക്കുക, ആദ്യത്തെ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് Q0 എന്നുള്ളത് ഈ ഔട്ട്പുട്ട് അത് 1 ആയിട്ട് മാറുന്നു. അതേസമയം Q ബാർ 0 ആയിരിക്കും. അത് നമുക്കിവിടെ ആവശ്യമില്ല. ഇനി അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഈ Q എന്നുള്ളത് നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഈ Q എന്നുള്ളത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് Q1-ൽ 1 എന്നുള്ള ഔട്ട്പുട്ട് തരുന്നു. അതേസമയം ഇവിടെ Q' 0 ആയിരിക്കും. ഇതേ സമയം തന്നെ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്യുന്നു. അവിടെ ആദ്യം 1 ഉണ്ടായിരുന്നത് ആ സമയത്ത് 0 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ ലഭിക്കുന്നു. Q1 1ഉം Q0 0യുമായിട്ട് നമുക്ക് ലഭിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇതേ രീതിയിൽ ഇവിടെ വീണ്ടും 1 ആകുന്നു. അതേസമയം ഇവിടെ നിലവിൽ 0 ആയതുകൊണ്ട് തന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് തരില്ല. കാരണം ക്ലോക്ക് പൾസിൽ 0 ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അതേ സ്റ്റേറ്റ് റിമെയിൻ ചെയ്യുന്നു, 1 തന്നെ നിൽക്കുന്നു. അവസാന സ്റ്റേറ്റിൽ ഇവിടെ 1 ആയത് 0 ടോഗിൾ ചെയ്യുന്നു. ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ ആ 1 വെച്ചിട്ട് ഇവിടെയും 0 വരുന്നു. ആ രീതിയിലാണ് 2-bit അസിൻക്രണസ് കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആദ്യ ക്ലോക്ക് പൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ സമയം
ക്ലോക്ക് 0 ആകുമ്പോൾ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പും 0 ആണ് തരുന്നത്. 0 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. ഫസ്റ്റ് ക്ലോക്കിൽ നമുക്ക് 0 1 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. ഇവിടെ നെഗറ്റീവ് എഡ്ജിലായതുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെഗറ്റീവ് എൻഡിലാണ് അഥവാ അതിൻ്റെ ഫാളിംഗ് എഡ്ജിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. 0 1, ഇവിടെ 1 0, നെക്സ്റ്റ് 1 1 എന്നുള്ള കണ്ടീഷൻ. ആ രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ. ഈ നെക്സ്റ്റ് 3 ബിറ്റ് അസിൻക്രണസ് ബൈനറി അപ്പ് കൗണ്ടറാണ്. ഇവിടെ 3 ബിറ്റുകളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 ബിറ്റിൽ മൊത്തം 4 സ്റ്റേറ്റുകളാണ് നമുക്ക് ലഭിക്കുക. അതാണ് 0 0 0 1 1 0 1 1. പിന്നെയും 0 0 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എടുക്കേണ്ടതില്ല. അപ്പോൾ 4 സ്റ്റേറ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റുകൾ എങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണുള്ളത്. 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ. അപ്പോൾ 2n എന്നുള്ള കണ്ടീഷൻ നോക്കുമ്പോൾ 2n = 2 = 4 എന്നുള്ള സ്റ്റേറ്റാണ് നമുക്ക് ലഭിച്ചത്. ഇനി ഇവിടെ 3 ബിറ്റ് ബൈനറി അപ്പ് കൗണ്ടറാണ്. 3 ബിറ്റ് ആകുമ്പോൾ ഇവിടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അത് കൗണ്ട്സ് ഫ്രം 0 0 0 to 1 1 1. അതായത് 0 മുതൽ 7 വരെ, അങ്ങനെ 8 സ്റ്റേറ്റുകളാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതാണ് 3 ബിറ്റ് അസിൻക്രണസ് ബൈനറി അപ്പ് കൗണ്ടർ. അതിൻ്റെ സർക്യൂട്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2⁻³ എന്നാണ് ലഭിക്കുക. = 8 സ്റ്റേറ്റുകൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു. 0 0 0 മുതൽ 1 1 1 വരെ, 0 മുതൽ 7 വരെ, അങ്ങനെ 8 സ്റ്റേറ്റുകൾ നമുക്ക് ലഭിക്കുന്നു. ഇവിടെയും കഴിഞ്ഞ അതേ ലോജിക്കാണ്. ജെയും കെയും ഓരോന്നിൻ്റെയും 3 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ജെയും കെയും ഹൈ സ്റ്റേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ക്ലോക്ക് ആദ്യ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തിരിക്കുന്നു. ആദ്യ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q എന്ന ഔട്ട്പുട്ടിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് കൊടുത്തിരിക്കുന്നു. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് Qയിൽ നിന്ന് തന്നെ എടുക്കുന്നു. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. QA QB QC. ഇവിടെ LSB MSB എന്ന് കാണിച്ചിട്ടുണ്ട്. LSB പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഏറ്റവും വലതുവശത്ത് എഴുതുന്ന ബിറ്റ്. ഉദാഹരണമായിട്ട് 0 1 0 ആണെങ്കിൽ ഇതാണ് LSB, ഇതാണ് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെയും വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ടൈം ഡയഗ്രാം അവിടെ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് ക്ലോക്ക് പൾസ് കിട്ടുമ്പോൾ QAയും QBയും ഇവിടെ ചേഞ്ച് ആകുന്നുണ്ട്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ QB എന്നുള്ളത് 0 തന്നെയാണ്. അതേസമയം QA 1ലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ നെഗറ്റീവ് ട്രിഗറിങ് എഡ്ജ് ആയതുകൊണ്ട് അതിൻ്റെ ഫാളിംഗ് എഡ്ജിലാണ് ഇതിൻ്റെ ചേഞ്ച് നടക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റിൽ അടുത്ത സൈക്കിൾ ക്ലോക്ക് പൾസിൻ്റെ ഫാളിംഗ് എഡ്ജിൽ അവിടെ അതിൻ്റെ അടുത്ത ചേഞ്ചിലേക്ക് വരുന്നു. അങ്ങനെ മൊത്തം സ്റ്റേറ്റ് നമുക്ക് ലഭിക്കുന്നു. ആ ടൈം ഡയഗ്രം ഒന്നുകൂടി കാണിക്കാം. ഇതിൽ ടൈം ഡയഗ്രത്തിൽ താഴെ ഒരു QC എന്നുള്ളതും കൂടെ ഉണ്ട്. QC എന്നുള്ളത് ഈ രീതിയിലായിരിക്കും. ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇവിടുന്ന്
ലോ, ഇത് ഹൈ ആയിരിക്കും. ആ രീതിയിൽ, അഥവാ ഇവിടെ ഇതൊക്കെ ലോ QC ആണ് പറയുന്നത്. പിന്നെ അവിടുന്ന് ഈ രീതിയിൽ ആണ് QC. 3 സ്റ്റേറ്റുകളാണല്ലോ, അപ്പോൾ 3 സ്റ്റേറ്റുകൾ ഉണ്ടാവും. അത് ഫിഗറിൽ ക്രോപ്പായി പോയതാണ്, അപ്പോൾ കുഴപ്പമില്ല, ശ്രദ്ധിക്കുക. ഈ ക്യൂബിക്ക് താഴെയായിട്ട് QC എന്നുള്ള ഒരു ടൈം ഇൻറ്റഗ്രലും കൂടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇത്രയും ഭാഗത്ത് ലോ ആയിരിക്കും, പിന്നെ ഇവിടുന്ന് അത് ഹൈ ആയിട്ട് കാണിക്കുന്നു. ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെയും നോക്കുക, സർക്യൂട്ടിൽ ക്ലോക്ക് പൾസ് ആദ്യം കൊടുക്കുന്നത് ആദ്യ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ്. അതിൻ്റെ Q എന്നുള്ള ഔട്ട്പുട്ടിൽ നിന്നാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസ് ലഭിക്കുന്നത്. ഈ രീതിയിൽ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇതിനെയാണ് 3 ബിറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇവിടെ അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞ ടേം വരാൻ കാരണം, ഇപ്പോൾ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ക്യൂവിൽ നിന്നാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. അത് ക്യൂ ഡാഷിൽ നിന്നാണ് ക്ലോക്ക് പൾസ് എടുക്കുന്നതെങ്കിൽ അത് ഡൗൺ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ഡൗൺ കൗണ്ടർ തുടർന്ന് വരുന്നുണ്ട്. അതുപോലെ ഈ സർക്യൂട്ടിലും ഇതേപോലെ പ്രകാരം തന്നെ ക്യൂ ബാറിൽ നിന്നാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതെങ്കിൽ അത് ഡൗൺ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ആ രീതിയിലാണ് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് 4 ബിറ്റ് അസിൻക്രണസ് ബൈനറി അപ്പ് കൗണ്ടർ 4 ബിറ്റാണ്. ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ 0 0 0 0 മുതൽ 1 1 1 1 വരെ, അതായത് 0 മുതൽ 15 വരെ 16 സ്റ്റേറ്റുകൾ ഉണ്ടാവും. അഥവാ 2⁴ = 16 എന്നുള്ള ഇതാണ് ലഭിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ Q3 Q2 Q1 Q0 ആണ്. Q0 എന്നുള്ളത് 0 0 0 0 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. തുടർന്ന് ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴും അത് ഇൻക്രിമെൻ്റ് ആയിട്ട് അവസാനം 1 1 1 1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ലഭിക്കുന്നു. മൊത്തം 0 to 16 സ്റ്റേറ്റുകളാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. അത് സെയിം ആണ്. ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഇത് 2 3 4 ഇങ്ങനെ 4 ഉണ്ടാവും. അപ്പോൾ 4 സ്റ്റേറ്റുകൾ ഉണ്ടാവും. ലോജിക്ക് കഴിഞ്ഞ പ്രാവശ്യം വർക്ക് ചെയ്ത അതേ ലോജിക്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നു. സർക്യൂട്ട് ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട്. സെയിം സർക്യൂട്ടാണ്. അപ്പോൾ ഇതാണ് 4 ബിറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയും ഫസ്റ്റ് 0 0 0 0 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നു. അടുത്ത പൾസോട് കൂടി 0 0 0 1 ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് 0 0 1 0. ഇനി ഇവിടെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 0 0 0. ആ രീതിയിൽ മൊത്തത്തിലായിട്ടുള്ള അതിൻ്റെ 16 സ്റ്റേറ്റുകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ഇനി 4 ബിറ്റ് അസിൻക്രണസ് ബൈനറി ഡൗൺ കൗണ്ടറാണ്. 2 ബിറ്റും 3 ബിറ്റും 4 ബിറ്റ് കുറേ ലോജിക് ആയതുകൊണ്ട് ഇവിടെ 4 ബിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ 4 ബിറ്റ് ബൈനറി ഡൗൺ കൗണ്ടർ ആകുമ്പോൾ അസിൻക്രണസ് തന്നെയാണ്. അവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഉണ്ടാകുക. ഇവിടെ കൗണ്ട് ചെയ്യുന്നത് ഡൗൺ ആയതുകൊണ്ട് 1 1 1 1 to 0 0 0 0 എന്നുള്ള കണ്ടീഷനിലേക്കാണ്. 16 സ്റ്റേറ്റുകൾ തന്നെ, പക്ഷേ ഇവിടെ ഡൗൺ ആയിട്ട് മുകളിൽ നിന്ന് താഴേക്കാണ് കൗണ്ട് ചെയ്യുന്നത്. ഇവിടെയും ക്ലോക്ക് സിഗ്നലിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ Q കോംപ്ലിമെൻറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് കൊടുക്കുന്നത്. അപ്പ് കൗണ്ടർ ആകുമ്പോൾ ക്യൂവിൽ നിന്നാണ്
ക്ലോക്ക് പൾസ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ക്യൂ ഡാഷിൽ നിന്നാണ്. രണ്ട് ഔട്ട്പുട്ടാണ് ജെ കെക്ക് ഉണ്ടാകുക, ക്യൂ ഡാഷ്. അതിൽ ഇതിന് അപ്പ് കൗണ്ടറിന് ക്യൂവിൽ നിന്ന് ക്ലോക്ക് കൊടുക്കുന്നു. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ അത് ക്യൂ ഡാഷിൽ നിന്നാണ് ക്ലോക്ക് കൊടുക്കുന്നത്. ആ രീതിയിലാണ് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 1 എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. തുടർന്ന് ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഡിക്രിമെൻ്റ് ചെയ്തിട്ട് അവസാനം ഫൈനലായിട്ട് 0 എന്നുള്ള കണ്ടീഷൻ നമുക്ക് തരുന്നു. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ക്യൂ ഡാഷിൽ നിന്നാണ് ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നതും ക്യൂ ഡാഷിൽ നിന്നാണ്. അപ്പോൾ ആ രണ്ട് വ്യത്യാസങ്ങളാണ് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും തമ്മിലുള്ള അസിൻക്രണസിലെ വ്യത്യാസം കാണിക്കുന്നത്. അഥവാ കഴിഞ്ഞ അപ്പ് കൗണ്ടറിൽ ക്യൂവിൽ നിന്ന് ക്ലോക്ക് പൾസ് കൊടുത്തിരുന്നു, അവിടെ നിന്ന് തന്നെ ഔട്ട്പുട്ട് എടുത്തിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്, ക്യൂ ഡാഷിൽ നിന്നാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്, അവിടെ തന്നെ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് ഡൗൺ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് 4 ബിറ്റാണ്. 3 ബിറ്റ് ആയാലും 2 ബിറ്റ് ആയാലും ഇതേ ലോജിക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അസിൻക്രണസ് കൗണ്ടേഴ്സ്. ക്ലോക്ക് പൾസ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും കൊടുക്കാതെ ഒന്നിന് കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസായിട്ട് അത് ക്യൂ ആവാം, ക്യൂ ഡാഷ് ആവാം, അതിനനുസരിച്ച് അപ്പും ഡൗൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ ആ പ്രകാരം ക്ലോക്ക് പൾസ് കൊടുത്തിരിക്കുന്ന കൗണ്ടേഴ്സാണ് അസിൻക്രണസ് കൗണ്ടർ അഥവാ റിപ്പിൾ കൗണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ഫുള്ള് 1 ആയിരിക്കും. തുടർന്ന് 1 1 1 0 1 1 0 1 1 1 0 0 ആ രീതിയിൽ ഓരോ ക്ലോക്ക് പൾസിലും ഡിക്രിമെൻ്റ് ആയിട്ടുള്ള കൗണ്ട് ലഭിക്കുന്നു. അതാണ് ഡൗൺ കൗണ്ടർ എന്ന കൺസെപ്റ്റ്. ഡൗൺ കൗണ്ടർ ഇവിടെ എത്ര ബിറ്റാണ് അതിനനുസരിച്ച് അതിൻ്റെ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ഡിക്രിമെൻ്റ് ചെയ്തിട്ട് കൗണ്ട് ലഭിക്കുന്നു. നെക്സ്റ്റ് സിൻക്രണസ് കൗണ്ടറാണ്. ഇവിടെ 2 ബിറ്റ് സിൻക്രണസ് അപ്പ് കൗണ്ടർ. അപ്പോൾ ഫിഗറിൽ അത് കാണിക്കുന്നുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സിൻക്രണസ് പറയാൻ കാരണം ഇവിടെ പറയുന്നുണ്ട്, ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ആൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം എന്ത് ചെയ്യുന്നു, ക്ലോക്ക് പൾസ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അപ്ലൈ ചെയ്യുന്നു ഒരേ സമയം. കഴിഞ്ഞ അസിൻക്രണസിൽ ആദ്യ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ക്യൂ ആവാം, ക്യൂ ഡാഷ് ആവാം, അതിൽ നിന്നായിരുന്നു നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസ് കൊടുത്തിരുന്നത്. അതിന് അസിൻക്രണസ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ക്ലോക്ക് പൾസ് എല്ലാം ഒരുമിച്ചാണ് ഒറ്റ സിഗ്നലായിട്ട് ഒറ്റ സർക്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ പൾസ് സോഴ്സിൽ നിന്ന് കൊടുക്കുന്നു. അതാണ് സിൻക്രണസ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നുമില്ല. ഒരേ സമയം 2 ബിറ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ അസിൻക്രണസിൽ എന്ത് ലഭിച്ചോ അതേ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് വ്യത്യാസം, ഇവിടെ ക്ലോക്ക് പൾസ് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിലേ കുറവായിരിക്കും. അസിൻക്രണസിനെ അപേക്ഷിച്ച് സിൻക്രണസ് ഒന്ന് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടായിരിക്കും. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം സർക്യൂട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. സർക്യൂട്ട് ഒന്നും കൂടെ കാണിക്കാം. ഫിഗർ ഒന്ന് ലാർജസ്റ്റ് ആയിട്ടുള്ള ഫിഗർ കാണിക്കുകയാണ്. ഇതാണ് 2 ബിറ്റ് സിൻക്രണസ് ബൈനറി കൗണ്ടർ. ഇവിടെ ക്ലോക്ക് പൾസ് നോക്കുക, ഒരേ സമയം ഒറ്റയടിക്കാണ് രണ്ട് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്.
ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ രീതിയിലാണ് ഇവിടെ ഉള്ളത്. ജെയും കെയും ഹൈ സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q0 അഥവാ Q ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ രീതിയിലാണ്. ഇവിടെ ഈ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂവിൽ നിന്നാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും കണക്ട് ചെയ്തിരിക്കുന്നത്. ടൈമിംഗ് ഡയഗ്രാം അതുപോലെ അതിൻ്റെ ടേബിളൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് സിങ്ക്രണസ് ആണ്. ക്ലോക്ക് പൾസ് മെയിനായിട്ടുള്ള വ്യത്യാസം, ക്ലോക്ക് പൾസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കൊടുക്കുന്നു എന്നുള്ള വ്യത്യാസമാണ്. ഇനി 3 ബിറ്റ് സിഗ്നൽസ് അപ്പ് കൗണ്ടറാണ്. ഇവിടെ 3 ബിറ്റാണ്. അപ്പോൾ ഇവിടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് സി, എ, ബി, സി 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, 0, 1, 2 എങ്ങനെയായാലും കുഴപ്പമില്ല. എ, ബി, സി 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് മാറുക എന്നുള്ളത് QA ആൻഡ് QB രണ്ടും ഹൈ ആകുമ്പോഴാണ് അതിൻ്റെ സ്റ്റേറ്റ് ഇവിടെ മാറുന്നത്. കാരണം JK ഇൻപുട്സ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് C is connected through an AND ഗേറ്റ്. ഒരു AND ഗേറ്റ് മുഖേനയാണ് അതിൻ്റെ സർക്യൂട്ട് കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Jയും Kയും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻഡിൽ അത് ഹൈ സ്റ്റേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആൻഡിൽ രണ്ടും 1 ആയെങ്കിൽ മാത്രമേ, ആൻഡ് ഗേറ്റ് അങ്ങനെയാണല്ലോ, രണ്ടും ഹൈ സ്റ്റേറ്റ് ആയെങ്കിൽ മാത്രമേ അവിടെ ഔട്ട്പുട്ട് 1 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുകയുള്ളൂ, ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ QAയും QBയും ഹൈ ആവുന്ന സമയത്ത് മാത്രമേ ജെയും കെയും, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയുടെ ജെയും കെയും ഹൈ ആവുകയുള്ളൂ. അതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ക്ലോക്ക് പൾസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഓരോന്നിനും കൊടുക്കുന്നു. ഇവിടെ നാൻഡ് ഗേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. നാൻഡ് ഗേറ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുണ്ട്. J1 ഫ്ലിപ്പ് ഫ്ലോപ്പ് A, B, C ഏത് പേരിൽ അറിയപ്പെടലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയും ആ 3 സ്റ്റേറ്റിനനുസരിച്ച് 2n = 2/3 = 8 സ്റ്റേറ്റുകൾ ഇവിടെയും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് 3 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടർ. അപ്പോൾ സിങ്ക്രണസ് ആവാൻ കാരണം ക്ലോക്ക് പൾസ് കൊടുക്കുന്ന ആ മെത്തേഡാണ്. അതുപോലെ ജെയും കെയും തുടർന്ന് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലെ ജെയും കെയും അതിന് പ്രീവിയസ് സ്റ്റേറ്റിലുള്ള ക്യൂവിൽ നിന്നാണ് അതിലേക്ക് സപ്ലൈ കൊടുക്കുക. ആ ഒരു വ്യത്യാസം കൂടെ ഇതിലുണ്ട്. നെക്സ്റ്റ് 4 ബിറ്റ് സിങ്ക്രണസ് അപ്പ് കൗണ്ടറാണ്. 4 ബിറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ 4 ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സർക്യൂട്ടിൽ ഇവിടെ വേണ്ടത് ശരിക്കും ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ കാണിച്ചുള്ള നാൻഡ് ഗേറ്റ് ആണെങ്കിൽ കൂടി സർക്യൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സർക്യൂട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ സമയത്ത് ആൻഡ് ഗേറ്റ് ആക്കിയിട്ട് വരക്കണം. നാൻഡ് ഗേറ്റില്ല വേണ്ടത്, നമ്മൾ തിയറി പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്തിനെന്ന് വെച്ചാൽ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും ആക്റ്റീവ് ആവണമെങ്കിൽ Q0യും Q1ഉം 1 അല്ലെങ്കിൽ ഹൈ സ്റ്റേറ്റിലാവണം.
അത് ആൻഡ് ഗേറ്റാണ് ആ രീതിയിൽ ഔട്ട്പുട്ട് തരിക. ആൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടും ഹൈ ആയെങ്കിൽ മാത്രമേ മൂന്നാമത്തെ സർക്യൂട്ടിൻ്റെ ജെയും കെയും ആക്റ്റീവ് ആവുകയുള്ളൂ. അതിനു വേണ്ടി ഒരു ആൻഡ് ഗേറ്റ് ത്രൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ ബിറ്റിലും അതേ പ്രകാരം രണ്ട് ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂവും ഇവിടെ ഈ ക്യൂവും ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ, ഇത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചാണ് കാണിച്ചതെങ്കിലും ജെയും കെയും ഉപയോഗിച്ചാലും ഇതേ പ്രകാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ടിക്ക് പകരം ജെയും കെയും ഉപയോഗിച്ച് തന്നെ പറയാം. സർക്യൂട്ടിൽ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചുള്ള സർക്യൂട്ടാണ് എങ്കിൽ പോലും ഇതേ ലോജിക്ക് തന്നെയാണ്. ഇവിടെ ഈ ക്യൂവും 1 ആകുമ്പോഴാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവുക. അതുപോലെ ഈ ക്യൂവും ഇതിൻ്റെ ക്യൂവും ഹൈ ആകുമ്പോൾ 1 ആകുമ്പോഴാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ആക്റ്റീവ് ആവുക. ആ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ 3 ബിറ്റ് പറഞ്ഞ അതേ പ്രകാരം തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഇവിടെയും പൾസ് കൊടുത്തിരിക്കുന്നത്, സിഗ്നൽ കൊടുത്തിരിക്കുന്നത് സൈമൾട്ടേനിയസ് ആയിട്ടാണ്. ഒരേ സമയത്താണ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സിങ്ക്രണസ് കൗണ്ടർ. അപ്പോൾ ഇതൊക്കെ അപ്പ് കൗണ്ടറാണ്. ഇനി കാരണം ഔട്ട്പുട്ട് എടുക്കുന്നത് ക്യൂവിൽ നിന്നാണ്, ക്യൂ ഔട്ട്പുട്ടിൽ നിന്നാണ്. ഇനി ഇത് ഡൗൺ കൗണ്ടർ ആക്കണമെങ്കിൽ ഒരു വ്യത്യാസമാണുള്ളത്. ഡൗൺ കൗണ്ടർ ആക്കുമ്പോൾ ജെയിലേക്കും കെയിലേക്കും കൊടുത്തിരിക്കുന്ന, അതായത് ഒരു സ്റ്റേറ്റിന് ശേഷം അടുത്ത സ്റ്റേറ്റിലെ ജെയിലേക്കും കെയിലേക്കും കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ക്യൂ ഡാഷിൽ നിന്നായിരിക്കും. അഥവാ ഇവിടെ നോക്കുക, ഈ സർക്യൂട്ടിൽ ഇത് ജെയും കെ ആണെന്ന് സങ്കല്പിക്കുക, ടിക്ക് പകരം. ആ സമയത്ത് ഇനി ടി ആണെങ്കിൽ കൂടി കുഴപ്പമില്ല, അതിൻ്റെ ക്യൂവിൽ നിന്നാണ് അതിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ക്യൂവിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഔട്ട്പുട്ട് എടുക്കുന്നു. അതായിരുന്നു സിങ്ക്രണസ് അപ്പ് കൗണ്ടറിലെ ലോജിക്ക്. ആ രീതിയിലായിരുന്നു സർക്യൂട്ട് ക്രമീകരിച്ചത്. പക്ഷേ ഇവിടെ ഡൗൺ കൗണ്ടർ ആകുമ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ, ക്ലോക്ക് പൾസ് ഏതായാലും ഒരുമിച്ച് കൊടുക്കണം, സൈമൾട്ടേനിയസ് കൊടുക്കണം, അതിൽ വ്യത്യാസമൊന്നുമില്ല, കൊടുത്തിട്ടുണ്ട്. അതേസമയം നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ, അഥവാ തുടർന്ന് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഓരോന്നിലേക്കും ജെയിലേക്കും കെയിലേക്കും ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഡാഷ് എന്ന ഔട്ട്പുട്ടിൽ നിന്നാണ്. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രകാരം തന്നെ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് കൊടുത്തു ജെയിലേക്കും കെയിലേക്കും. അങ്ങനെയാണ് ഓരോന്നും നെക്സ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ, ക്യൂവിൽ നിന്ന് കൊടുക്കേണ്ടതിന് പകരം ക്യൂ ഡാഷിൽ നിന്നാണ് അതിൻ്റെ തുടർന്ന് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ടിലേക്ക് ജെയിലേക്കും കെയിലേക്കും സപ്ലൈ കൊടുക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. ഔട്ട്പുട്ട് എടുക്കുന്നത് സെയിം തന്നെയാണ്, ക്യൂവിൽ നിന്ന് തന്നെയാണ്. ക്യൂ എ, ക്യൂ ബി, ക്യൂ സി, ക്യൂ ഡി. അപ്പോൾ ഈ സിങ്ക്രണസിൽ അപ്പ് കൗണ്ടും ഡൗൺ കൗണ്ടും തമ്മിൽ വ്യത്യാസം, ക്ലോക്ക് പൾസ് സൈമൾട്ടേനിയസിൽ കൊടുക്കുന്നു, രണ്ടിനും വ്യത്യാസം ഇല്ല. പക്ഷേ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ തുടർന്ന് വരുന്നുള്ള ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അതിൻ്റെ ജെയും കെയും എന്നുള്ള ഇൻപുട്ട് ക്യൂവിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ, രണ്ട് ഔട്ട്പുട്ടാണല്ലോ ജെ കെക്ക് ഉണ്ടാവുക, ക്യൂ ഡാഷ്. ക്യൂവിൽ നിന്നാണ് കൊടുക്കുന്നത് എങ്കിൽ അത് അപ്പ് കൗണ്ടറായിട്ടും, ഇനി അതല്ല ജെയിലേക്കും കെയിലേക്കും സപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കുന്നത് ക്യൂ ഡാഷിൽ നിന്നാണെങ്കിൽ
അത് ഡൗൺ കൗണ്ടറായിട്ടും ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 4-bit സിങ്ക്രണസ് ഡൗൺ ആൻഡ് ഡൗൺ ഓർ അപ്പ് ഡൗൺ കൗണ്ടർ. ഒരേ സമയം രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ കൗണ്ടർ, അപ്പ് കൗണ്ടറായിട്ടും ഡൗൺ കൗണ്ടറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കൗണ്ടറാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരേ സമയം അപ്പ് കൗണ്ടറായിട്ടും ഡൗൺ കൗണ്ടറായിട്ടും. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 3-bit ആണ്. നമുക്ക് ഇതേപ്രകാരം 2-bit 4-bit ഏതും ഉപയോഗിക്കാം. പക്ഷേ 3-bit ഫിഗറാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ലോജിക്കെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ടു ഫോം എ പാരലൽ അപ്പ് ബാർ ഡൗൺ, അപ്പ് കൗണ്ടറായിട്ടും ഡൗൺ കൗണ്ടറായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ഇൻപുട്ട്, അതിനൊരു അപ്പ് ബാർ ഡൗൺ എന്ന പേര് നമുക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ അതാണ് തീരുമാനിക്കുന്നത് ഇത് കൗണ്ടർ അപ്വേർഡ് ഡയറക്ഷനിലാണോ ഡൗൺവേർഡ് ഡയറക്ഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ അപ്പ് ബാർ ഡൗൺ എന്നുള്ള കൺട്രോൾ ഇൻപുട്ടാണ്. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇതാണ് അപ്പ് ബാർ ഡൗൺ കൺട്രോളിങ് സ്വിച്ചായിട്ട് ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ആൻഡ് ഗേറ്റ്, അതുപോലെ ഇൻവെർട്ടർ അഥവാ നോട്ട് ഗേറ്റ് എന്നിവയിലൂടെയൊക്കെ ഈ രീതിയിൽ അതിൽ കണക്ഷൻ കൊടുക്കുന്നു നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക്, ജെയിലേക്കും കെയിലേക്കും. അപ്പോൾ അപ്പ് എന്നുള്ളത് 1 ആണെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ സ്വിച്ചിൻ്റെ കണ്ടീഷൻ അപ്പ് ബാർ ഡൗൺ എന്നുള്ള കണ്ടീഷൻ, അപ്പ് എന്നുള്ളത് ഹൈ ആയിട്ടും ഡൗൺ എന്നുള്ളത് ലോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് അല്ലെങ്കിൽ ഈ അപ്പ് ബാർ ഡൗൺ എന്നുള്ള ആ കൺട്രോളിങ് എലമെൻറ്റ് 0 ആണെങ്കിൽ അത് ഡൗൺ ആയിട്ടും ഈ കൗണ്ടർ ഡൗൺ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി അതല്ല അത് 1 ആണെങ്കിൽ ഈ സർക്യൂട്ട് അപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു കൺട്രോളിങ് എലമെൻറ്റ് അപ്പ് ബാർ ഡൗൺ എന്നുള്ള ഒരു സ്വിച്ചാണ് ഈ സർക്യൂട്ട് എന്തായിട്ട് ആക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 3-bit അപ്പ് ബാർ ഡൗൺ കൗണ്ടറാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചുള്ള. അപ്പോൾ അതിൽ അപ്പ് ബാർ ഡൗൺ എന്നുള്ള കൺട്രോൾ 1 ആണെങ്കിൽ അത് അപ്പ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. 0 0 0 മുതൽ അത് 1 1 1 1 വരെ എന്ത് ചെയ്യുന്നു, അത് കൗണ്ട് ചെയ്യുന്നു. ഇനി ആ കൺട്രോളിങ് എലിമെൻറ്റ് 0 ആണെങ്കിൽ അല്ലെങ്കിൽ ലോ ആണെങ്കിൽ അത് ഡൗൺ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. ആ സമയത്ത് 1 1 1 മുതൽ 0 0 0 വരെ കൗണ്ട് ചെയ്യുന്നു. ഇവിടെ ഒരു കൺട്രോൾ 1 എന്നുള്ളത് അത് ആൻഡ് ഗേറ്റിനെ എനേബിൾ ചെയ്യിക്കുന്നു. ആൻഡ് ഗേറ്റ് 1നെയും 2നെയും എനേബിൾ ചെയ്യിക്കുന്നു. അതേസമയം ആൻഡ് ഗേറ്റ് 3യെയും 4നെയും ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് ഗേറ്റ് 1നെയും 2യെയും അത് എനേബിൾ ചെയ്യിക്കുന്നു. അതേസമയം ആൻഡ് ഗേറ്റ് 3യെയും 4നെയും അത് ആ സമയത്ത് ഡിസേബിൾ ചെയ്യിക്കുന്നു. ആ രീതിയിലാണ് സർക്യൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ QA ആൻഡ് QB
എന്നുള്ളത് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയിലേക്കും കെയിലേക്കും ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് അപ്പായിട്ട് കൗണ്ട് ചെയ്യുന്നു. ഇനി അപ്പ് ഡൗൺ കൗണ്ടർ പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റിൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഭാഗം വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് 0 0 0 0 0 1 0 1 0 0 1 1 എന്നുള്ള രീതിയിൽ അപ്പ് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ഇനി അപ്പ് ഡൗൺ കൺട്രോൾ 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആൻഡ് ഗേറ്റ് 1ഉം 2ഉം ഡിസേബിൾ ആവും. ആ സമയത്ത് ആൻഡ് ഗേറ്റ് 3ഉം 4ഉം എനേബിൾ ആവും. അങ്ങനെ ആകുമ്പോൾ അത് ഡൗൺ കൗണ്ടർ ആക്ട് അത് 1 1 1ൽ നിന്ന് 0 0 0 വരെ താഴോട്ട് കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് അപ്പ് ബാർ ഡൗൺ കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 ബിറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം 2 ബിറ്റും 4 ബിറ്റും എത്ര ബിറ്റ് വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇനി മോഡ് 6 അസിൻക്രണസ് കൗണ്ടറാണ്. അപ്പോൾ മോഡ് 6 എന്ന് പറയുമ്പോൾ മോഡ് എന്ന് പറയുന്നത് അതിൻ്റെ എത്ര എണ്ണം ഔട്ട്പുട്ട് തരുന്നു എന്നുള്ളതാണ് മോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ മോഡ് 6ൽ 6 സ്റ്റേറ്റുകൾ 0 മുതൽ അപ്പ് കൗണ്ടർ ആണെങ്കിൽ 0 മുതൽ 5 വരെ, അതിനുശേഷം അത് റീസെറ്റ് ആവുന്നു. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ 5 മുതൽ താഴോട്ട് 0 വരെ വീണ്ടും അതെന്ത് ചെയ്യുന്നു, 5ലേക്ക് സെറ്റ് ആവുന്നു. ആ രീതിയിലാണ്. അതുപോലെ മോഡ് 10 അസിൻക്രണസ് കൗണ്ടർ ഉണ്ട്. 2 സർക്യൂട്ടും തുടർന്ന് കാണിക്കുന്നുണ്ട് ഒന്നും കൂടെ. അപ്പോൾ ഇതാണ് മോഡ് 6 കൗണ്ടർ. മോഡ് 6ലാവുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 എണ്ണം ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടാവുക 6 2⁻3 8 സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ ഇവിടെ മോഡ് 6 ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവസാനത്തെ 2 സ്റ്റേറ്റ് സ്കിപ്പ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു നാൻഡ് ഗേറ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്തിട്ട് 0 0 0 0 0 1 0 1 0 0 1 1 ഇതൊക്കെ ഇത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ട് കാണിച്ചിട്ടുള്ളത്. അതും ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയത് ഒറ്റ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജെ.കെ ആയാലും ഡി ആയാലും അതിൻ്റെ ഔട്ട്പുട്ട് ഒരേ രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 0 1 1 നെക്സ്റ്റ് 1 0 0 1 0 1 ഈ ഇവിടെ എത്തുമ്പോൾ 1 0 1 എത്തുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യുന്നു, ഈ നാൻഡ് ഗേറ്റ് എനർജൈസ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ പിന്നിലേക്കാണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വീണ്ടും അത് 0ലേക്ക് മടങ്ങുന്നു. അപ്പോൾ 0 മുതൽ 5 വരെ അങ്ങനെ 6 സ്റ്റേറ്റുകളുള്ള ഒരു കൗണ്ടറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഈ നാൻഡ് ഗേറ്റാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. നോക്കുക, 1 0 1 എത്തിക്കഴിഞ്ഞാൽ 1 0 1 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, 1 ആയിരിക്കും. ആ സമയത്ത് ഈ 0യും ഈ 1ഉം നാൻഡ് ഗേറ്റിൽ കിട്ടുമ്പോൾ നാൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 1 തരുന്നു. നാൻഡ് ഗേറ്റ് ആ സമയത്ത് 1 തരുന്നു. കാരണം നാൻഡ് ഗേറ്റ് ആകുമ്പോൾ അവിടെ 0 എന്നുള്ള ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ രണ്ടും 1 ആയിരിക്കണം ഇൻപുട്ടിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ 1 0യും 1 1ഉം ആണ്. ആ സമയത്ത് നാൻഡ് ഗേറ്റ് എനർജൈസ് ആയിട്ട് അത് കൊടുത്തിരിക്കുന്നത് ക്ലിയർ പിന്നിലേക്കാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ക്ലിയർ പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താവുന്നു, ക്ലിയർ ആവുന്നു. അത് റീസെറ്റ് ആയിട്ട് വീണ്ടും 0 0 0 എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ
ആ സമയത്ത് വീണ്ടും 0യിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ 0 മുതൽ 101 എന്ന് വരെ മാത്രം കൗണ്ട് ചെയ്യുന്നു. 000 മുതൽ 101 5 ആണ്. 0 മുതൽ 5 വരെ, അങ്ങനെ 6 സ്റ്റേറ്റ് ലഭിക്കുന്നു. ഇതാണ് മോഡ് 6 കൗണ്ടർ. അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പൾസ് 0 ആകുമ്പോൾ 000, 1 ആകുമ്പോൾ 001, ആറാമത്തെ പൾസ് വരുമ്പോൾ വീണ്ടും 000ലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പോൾ അങ്ങനെ 6 സ്റ്റേറ്റ് ഇവിടെ ലഭിക്കുന്നു. ഇനി മോഡ് 10 ഡീകേഡ് കൗണ്ടർ അല്ല, മോഡ് 10 കൗണ്ടർ. ഇവിടെ നോക്കുക, 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2⁴ 16 സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 10 സ്റ്റേറ്റ് 0 മുതൽ 9 വരെ എടുക്കുന്നുള്ളൂ. ബാക്കി 6 സ്റ്റേറ്റുകൾ സ്കിപ്പാവുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കൗണ്ട് ചെയ്തിട്ട് 0,0,0,0 മുതൽ 1,0,0,1 ആ സമയത്ത് ഇവിടെ 1 ആയിരിക്കും, 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 1 ആവും. ആ സമയത്ത് ഇവിടെ നോക്കുക, ക്ലോക്ക് പൾസ് കൊടുത്തിരിക്കുന്നത് നാൻഡിലേക്ക് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ Q2-ൽ നിന്നും അതുപോലെ Q4-ൽ നിന്നാണ്. ഇവിടെ 1 ആണ്, ഇവിടെ 0യും ഇവിടെ 0യും 1ഉം ആണ്. അപ്പോൾ ഈ 0യും 1ഉം വരുന്ന സമയത്ത് നാൻഡ് ഗേറ്റ് എനർജൈസ് ആവുന്നു. കാരണം നാൻഡ് ഗേറ്റിന് 1 വരുന്ന സമയത്ത് മാത്രമേ അത് ലോ ഔട്ട്പുട്ട് തരികയുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ 1 ആയിരിക്കും. അത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലിയറിലേക്ക് സിഗ്നൽ കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്യുന്നു, വീണ്ടും 0യിലേക്ക് മടങ്ങുന്നു. അപ്പോൾ 0,0,0,0 മുതൽ 1,0,0,1 എന്നുള്ള കണ്ടീഷനാണ് ഇവിടെയും ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ മോഡ് 10 കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. മോഡ് 10 എന്ന് പറയാൻ കാരണം അവിടെ 10 സ്റ്റേറ്റുകളാണ്, 0,0,0,0 മുതൽ 1,0,0,1 വരെ, 0 to 9 10. ഇവിടെ ഈ ഒരു ടേം ഉപയോഗിക്കേണ്ട, മോഡ് 10 കൗണ്ടർ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതാണ് മോഡ് 10 കൗണ്ടർ. സർക്യൂട്ട് ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. ആ മോഡ് 10 കൗണ്ടറിൻ്റെ ടേബിളാണിത് ഇവിടെ കാണിക്കുന്നത്. 0 മുതൽ 9 വരെ 10ാമത്തെ സിഗ്നലിൽ വീണ്ടും 0യിലേക്ക്, 10ാമത്തെ പൾസിൽ 0യിലേക്ക് മടങ്ങുന്നു. സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഇതാണ് മോഡ് 10 കൗണ്ടർ. ഇനി അവസാനമായിട്ട് സിങ്ക്രണസ് BCD കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ BCD കൗണ്ടർ എന്ന് പറയാൻ കാരണം ബൈനറി കോഡഡ് ഡെസിമലാണ്. ഇതിൻ്റെ വേറൊരു പേരിലും അറിയപ്പെടും, ഡീക്കേഡ് കൗണ്ടർ. ഡീക്കേഡ് എന്ന വാക്കിൻ്റെ ഡയറക്റ്റ് മീനിങ് പതിറ്റാണ്ട് എന്നാണ്. പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 10 വർഷങ്ങൾ, 10 സ്റ്റേറ്റുകളുള്ള ഒരു കൗണ്ടറായിരിക്കും BCD കൗണ്ടർ. ഇവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ JKയിലേക്കും ഓരോ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചാണ് അതിൻ്റെ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. അവിടെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ ഈ വർക്ക് ചെയ്യുന്നത് BCD അഥവാ ബൈനറി കോഡഡ് ഡെസിമൽ 10 സ്റ്റേറ്റുകളെ 0 മുതൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ 1 2 3 4 ആയതുകൊണ്ട് തന്നെ 0,0,0,0 ഫസ്റ്റ് ബൈനറി കോഡ് ഡെസിമൽ അങ്ങനെയാണല്ലോ, അത് മുതൽ നെക്സ്റ്റ് 0,0,0,1
അങ്ങനെ 1 0 0 1 എന്നുള്ള 10 സ്റ്റേറ്റുകൾ. അപ്പോൾ ഫസ്റ്റ് പൾസിൽ 0 0 പൾസ് കൊടുത്തില്ലെങ്കിൽ 0 0, ഫസ്റ്റ് പൾസിൽ അത് 1ലേക്ക് മാറുന്നു. 9ാമത്തെ പൾസിൽ 1 0 0 1 ആവുന്നു. നെക്സ്റ്റ് ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു, അത് വീണ്ടും 0ലേക്ക് തന്നെ കഴിഞ്ഞ സർക്യൂട്ട് പറഞ്ഞ പ്രകാരം 0ലേക്ക് അത് സ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 10 സ്റ്റേറ്റുകളാണ് ഉണ്ടാവുക. അതിനാണ് BCD കൗണ്ടർ. BCD എന്ന് പറയാൻ കാരണം ബൈനറി കോഡഡ് ഡെസിമലിൻ്റെ രൂപത്തിൽ. അപ്പോൾ 4 ബിറ്റുകൾ ഉണ്ടായാലാണ് BCD നമുക്ക് ലഭിക്കുക. കാരണം ഒരു BCDയിലെ ബൈനറി കോഡ് ഡെസിമലിലെ ഒരു നമ്പറിനെ 4 ബിറ്റായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ BCD ബൈനറി കോഡഡ് ഡെസിമൽ എന്നുള്ള കൗണ്ടറായിട്ട് വിളിക്കുന്നു. ഇവിടെ സിങ്ക്രണസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ ക്ലോക്ക് പൾസ് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മോഡ് 6ലും മോഡ് 10ലും അത് അസിങ്ക്രണസ് ആയിരുന്നു. നോക്കിയാൽ മനസ്സിലാവും സർക്യൂട്ടിൽ ക്ലോക്ക് 1ൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൻ്റെ ക്ലോക്ക് പൾസായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ അസിങ്ക്രണസ് സിങ്ക്രണസ് തമ്മിൽ വ്യത്യാസം: സിങ്ക്രണസ് ഒരുമിച്ച് ക്ലോക്ക് പൾസ് കൊടുക്കുന്നു, അസിങ്ക്രണസ് ഒന്നിൻ്റെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതാണ് BCD കൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേര് ഡക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നു, 10 സ്റ്റേറ്റുകളുള്ള കൗണ്ടർ.